നമസ്കാരം. തലയോലപ്പറമ്പിൽ ഈ കൃഷി ഫാമെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇനി അടുത്ത ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കൃഷിക്ക് ആവശ്യമായ വളങ്ങൾ അതെന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ്. ഇവിടുത്തെ രാധാകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ടൊന്നും പാടുപെടേണ്ട, അല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ് അതിൻ്റെ ഐഡിയകൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗം എങ്ങനെയാണ്, എന്തൊക്കെ ഉണ്ട് വളങ്ങൾ എന്നുള്ളത്. അതായത് 50 മില്ലി അല്ലേ, 50 മില്ലി കൊണ്ട് 1 ഏക്കർ വരെ കൃഷി ചെയ്യാം എന്നാണ് ചേട്ടൻ പറയുന്നത്. അത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നേരിട്ട് തന്നെ കണ്ടറിയാം. കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കൃഷി രീതി സ്വീകരിക്കാവുന്നതാണ്. അതാണ് ചേട്ടൻ പറയുന്നത് തന്നെ വിഷരഹിതമായിട്ടുള്ള നല്ലൊരു കൃഷി രീതിക്ക് പറ്റിയതാണ് ഈ ഇരിക്കുന്ന സംഭവങ്ങൾ. ഇത് എന്തൊക്കെയാണെന്ന് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. തൊട്ട് താഴെയായിട്ട് വലിയൊരു പാടം, നമ്മൾ വന്ന വഴിക്കാൻ ഇഷ്ടംപോലെ നെൽപ്പാടങ്ങൾ കണ്ടു. ആ പല പാടങ്ങളും ഇപ്പോൾ ഇതിൽ നിന്നുള്ള ഈ ചേട്ടൻ പറഞ്ഞ ഈ രീതി അവലംബിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. വിഷരഹിതം, പൂർണ്ണമായിട്ടും വിഷരഹിതമായിട്ടുള്ള കൃഷി രീതിയാണ്. അത് ഓരോന്നായിട്ട് ചേട്ടൻ പറഞ്ഞു മനസ്സിലാക്കി തരും. ഒരു പുതിയ കൃഷി രീതിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അത് ഗ്രീൻ പ്ലാനറ്റ് ടെക്നോളജി എന്ന് പറയുന്ന പഞ്ചാബ് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്ട്സിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നതും മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിലവിലുള്ള ട്രഡീഷണൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി, ഇപ്പോൾ ഇസ്രായേൽ അതുപോലെ കൃഷിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള വലിയ രാജ്യങ്ങൾ, അപ്പോൾ ആ രാജ്യങ്ങളുടെ ടെക്നോളജികളാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഏരിയ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ 50 കിലോയോ 100 കിലോ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നമുക്ക് 1 ലിറ്റർ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ 1 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ലേബർ കോസ്റ്റ് ഒത്തിരി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എല്ലാം കുറച്ചുകൊണ്ട്, അത് തന്നെയല്ല ഇതിനകത്ത് കെമിക്കലിൻ്റെ കണ്ടൻറ്റ്, കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഇത് കുറച്ചുകൊണ്ട് നാനോ ഫോമിൽ വരുന്ന കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സസ്യങ്ങളുടെ എക്സ്ട്രാക്റ്റിൽ നിന്നുള്ള ഓർഗാനിക് പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ബേസായിട്ട് കർഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാതെ ഇനി നമുക്ക് കൃഷി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ മണ്ണിൽ പോഷകങ്ങളുടെ അളവ് പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂട്ടിക്കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭൂമി പവർ എന്ന് പറയുന്ന ഗ്രാനുവൽ രൂപത്തിലുള്ള ഈ വളം നമ്മൾ കൊടുക്കുന്നു. റൂട്ട് ഫംഗസിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂട്ട് ഗാർഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ സോയിലിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പ്രീമിയം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഇത് കൊടുക്കുന്നു. ഇത് 50ഓളം മിത്ര ബാക്ടീരിയകളാണ് കിട്ടുന്ന പ്രോഡക്റ്റാണ്. ഇത് മണ്ണിൽ ഒഴിച്ചു കൊടുത്തുന്ന സോയിലിനെ നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൃഷിക്ക് മുമ്പായിട്ട് നമ്മൾ ST എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് സീഡിനെ ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു. ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ നൈട്രോക്കിങ്ങും ഗ്രോയും ചേർത്ത് കൊടുക്കുന്നു. ഫ്ലവറിങ് സ്റ്റേജിൽ ബ്ലൂം കൊടുക്കുന്നു. ഇന്നിപ്പോൾ ഈ സമയത്തെന്ന് പറയുന്നത് പൂക്കുന്നതും കായ്ക്കുന്നതുമായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ബ്ലൂം നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്താൽ, പ്രത്യേകിച്ച് മാവ്, പ്ലാവ് ഇതിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൂക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ 6-7 വർഷം കഴിഞ്ഞിട്ട് പൂക്കാതെ നിൽക്കുന്ന മാവുകൾക്കൊക്കെ ഈ ബ്ലൂം ഉപയോഗിച്ചിട്ട് അത് പൂത്തു എന്ന് പറഞ്ഞ് പല ഭാഗത്തുനിന്നും എനിക്ക് മെസ്സേജുകൾ, ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാത്തിനും നമുക്ക് A to Z ഒരു കൃഷിയുടെ ആരംഭം മുതൽ അവസാനം വരെ അത് ഫംഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗോഹിറ്റ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് FC പൗഡർ, അതൊരു നാച്ചുറൽ ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കണം. ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ ഫംഗിസൈഡുകൾ ഉപയോഗിച്ചിട്ട് അതിന് റിസൾട്ട് വരാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ല, മാക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള NPK ഇത്തരത്തിലുള്ള ഇത് 200 ഗ്രാമാണ്. നമുക്ക് 1 ഏക്കറിലേക്ക് കൃഷി ചെയ്യാനായിട്ട് ഈ 200 ഗ്രാം മതിയാവും. നമുക്ക് ഈ 50 കിലോ വളത്തിന് പകരം ഈ 19 എന്നുള്ള ഈ നാനോ ഫോമിൽ വരുന്ന വളം 200 ഗ്രാം മതി 1 ഏക്കറിലേക്ക്.
അതുപോലെ അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഈ പൊട്ടാഷ് ഇത് നമ്മൾ ഈ 1 ഏക്കറിലേക്ക് ഇത് എങ്ങനെയാണ് ഈ വെള്ളത്തിൽ കലക്കി ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ പോളിയറായിട്ട് സ്പ്രേ കൊടുത്താൽ മണ്ണിലേക്ക്? അതെ. ഇത് 50 ഗ്രാമാണ്. ഈ പൊട്ടാഷ് 50 ഗ്രാം മതി. ഈ 50 ഗ്രാം കൊണ്ട് നമ്മൾ 1 ഏക്കറിലേക്ക് നമുക്ക് സ്പ്രേ കൊടുക്കാം. 3 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി. അത്രയും നാനോ ടെക്നോളജിയുടെ പവറാണ്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ടിൻ്റെ വലിപ്പം കൂട്ടാനും അതുപോലെ തന്നെ ഫ്രൂട്ടിന് ടേസ്റ്റ് കൂടാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഫ്രൂട്ടർ. കേട്ടല്ലേ, ഫ്രൂട്ട് 1 മില്ലി മതി. 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ചേർത്തിട്ട് നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഏത്തക്കൊലയ്ക്കൊക്കെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള 2-3 കിലോയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ വൈറസ് കൺട്രോൾ, സാധാരണ യാതൊരു സൊല്യൂഷനും ഇല്ലെന്ന് പറയുന്ന വൈറസിന് പോലും നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട പ്രോഡക്റ്റാണ് സ്ട്രെസ് ഔട്ട്. കാരണം മനുഷ്യരുള്ള പോലെ തന്നെ ചെടികൾക്കും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സ്ട്രെസ് ബാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പൊഴിച്ച് കളയുകയൊക്കെ ചെയ്യുന്നത്. അതിന് നമുക്ക് സ്ട്രെസ് ഔട്ട് പോലുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മൈറ്റ്സ്, നീരൂട്ട് കുടിക്കുന്ന പ്രാണികൾ പോലുള്ള സംഗതികൾക്ക് നമുക്ക് ഓർഗോമൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള പെസ്റ്റിനെയും കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ചെല്ലി പോലുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, പുഴുക്കൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പെസ്റ്റോഹിറ്റ്, NB ഇപ്പോൾ ഈ കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കൃഷിയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഈ പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ അത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ള കർഷകർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കർഷകരുടെ രക്ഷയ്ക്കും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു വരുമാന മാർഗത്തിനും നല്ലതാണ്. അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ട്. ഓരോ പഞ്ചായത്തിലും നമുക്ക് 5 പേര് വീതം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് നല്ല ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും എവിടെ വേണം തുടങ്ങാം. ഡിസ്ട്രിക്ട് തലത്തിൽ വേണമെങ്കിൽ ആ തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, താലൂക്ക് തലത്തിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതിന് വേണ്ട ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും, ഒരു തൊഴിലന്വേഷകരായി നടക്കുന്നവർ, ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, എല്ലാവർക്കും വളരെ ഒരു തൊഴിലവസരം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രീൻ പ്ലാനറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതാണ്. ഒരു പുതിയ കൃഷി രീതിയാണ് ആ കൃഷി. അപ്പോൾ നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളും നമ്മുടെ ഈ പുതിയ ആധുനിക കൃഷി രീതികളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആരംഭിക്കുന്നയാൾക്ക് ഒരു നല്ല വരുമാന മാർഗം അതിൽ നിന്ന് കിട്ടും. ഇത് മാത്രമല്ല, ഇത് നമുക്ക് ആ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്. നമുക്ക് ഓൾ കേരള വേണമെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ പോലും ഈ പ്രോഡക്ട്സുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് പോകുന്നവരും പിന്നെ ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നവരും ഒക്കെ ഇവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ 2 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഒരു പെട്ടിക്കട തുടങ്ങുന്നതിന് നമുക്ക് 2 ലക്ഷം രൂപ വേണം. അതിന് ആ ഇട്ടാവട്ടത്തിലുള്ള ഒരു ബിസിനസ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. പക്ഷേ ഇതല്ല. നമ്മളിത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഇത് വൈഡനിങ് നടത്തി നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് തരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഭാവി കേരളത്തിന് വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, നമ്മൾ ആശുപത്രികളല്ല, നമ്മുടെ ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആശുപത്രികളല്ല, നമ്മുടെ മണ്ണാണ്. ആ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പൊതുസമൂഹത്തിനും ഏറ്റവും വലിയ നന്മയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും മതി. നമുക്കിപ്പോൾ ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് ഒരു മാസം നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സെയിൽ നടത്താൻ പറ്റും. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ നാനോ ടെക്നോളജി വളങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലുള്ള വളങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കർഷകരും ഈ പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ കൃഷിയിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലേക്ക് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ പ്ലാനറ്റ് എന്ന കമ്പനിയും അതിൻ്റെ വളങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും വളരെ വിശദമായി രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഓർക്കുക, ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, 101 ചന്ദനമര തൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പലയിടത്തും അന്വേഷിച്ചു, ഇവിടെ ഉള്ളതായിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് അറിഞ്ഞു. അങ്ങനെ നേരിട്ട് കോൺടാക്ട് ചെയ്തു, ചേട്ടനുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ചാരിറ്റി കാര്യം കൂടെ ആയതുകൊണ്ട്, ഇങ്ങനെ ഒരു വലിയൊരു മിഷൻ്റെ ഭാഗമായതുകൊണ്ട് വളരെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാം എന്ന്
നാമമാത്രമായിട്ടുള്ള പൈസയ്ക്ക് തരാം എന്നൊരു അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് നിന്നും ഇന്നിവിടെ തലയോലപ്പറമ്പിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്ന് ഇത് ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അത് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ ചേട്ടന് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തുടരുക, അല്ലേ? അല്ല, ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഉപയോഗമുണ്ട്, കർഷകർക്ക് ഇത് ഉപയോഗമാണ് എന്ന് നിങ്ങൾക്ക് 100% ബോധ്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ഗാലറി ഓഫ് നാച്ചുർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.